ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതമാണ് ഉയർത്തിയത്. ജോസിൽ സെബാസ്റ്റ്യൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, ഈ തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഉള്ളത് ഈ പൂച്ചാറ കൊളപ്പുറത്ത് ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതൊരു റോഡാണ്. ദേവരുപാറ നാളിയാനി റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൽ കൂടിയാണ് 2 വീടുകളുടെ ഇടയിലൂടെയാണ് ഈ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. കോഴിക്കാട്ട് നാരായണൻ്റെയും കോഴിക്കാട്ട് ദിവാകരൻ്റെയും വീടിന് നടുക്കൂടെയാണ് ഈ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. വളരെ ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച വലിയ കനത്ത മഴ ഇടുക്കി ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. ആരെയും ഭീതിയിലാക്കുന്ന രീതിയിലാണ് ഇന്നലെ പ്രത്യേകിച്ച് ഈ തൊടുപുഴ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആണ് ഈ കനത്ത മഴ ഉണ്ടായത്. ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ എന്നാൽ ശക്തമായ മഴ ഉണ്ടായിട്ടില്ല. ഈ ലോ റേഞ്ച് പ്രദേശത്ത് ശക്തമായ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ മലങ്കര ജലാശയത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ മലങ്കര ജലാശയത്തിലേക്ക് കനത്ത തോതിലുള്ള വെള്ളം ഇപ്പോൾ ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 41.5 മീറ്ററാണ്. ഇപ്പോൾ തന്നെ 41.6 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ജലനിരപ്പ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകളിൽ 5 എണ്ണവും 1.5 മീറ്റർ വീതം തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 ഷട്ടറുകളിൽ 5 എണ്ണവും 1.5 മീറ്റർ വീതം തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ അതിൽ ഈ ആറിന്റെ തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ ഇരുകരകളിലുള്ള ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ള ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വിവിധ പ്രദേശങ്ങളിൽ ഇടുക്കിയുടെ ഈ ലോറേഞ്ച് പ്രദേശത്തിന്റെ, അതായത് തൊടുപുഴ താലൂക്കിന്റെയും ഇടുക്കി താലൂക്കിന്റെ വിവിധ കുറെ പ്രദേശങ്ങളിലുമെല്ലാം കനത്ത മഴ പെയ്തു. അതിന്റെ ഭാഗമായി ഈ കുളമാവ് കരിപ്പലങ്ങാട് പ്രദേശങ്ങളിൽ ശക്തമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായിരിക്കുകയാണ്. പൂച്ചപ്ര, ചേറാടി, ചെപ്പുകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായി. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അതിനെ തുടർന്ന് ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ജില്ലാ കളക്ടർ ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇപ്പോൾ സമീപത്തുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് കോഴിക്കാട്ട് നാരായണനും ദിവാകരനും അവർ സഹോദരങ്ങളാണ്. അവർ രണ്ടുപേരുടെയും വീടിന്റെ പരത്തിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ ഉരുൾപൊട്ട വലിയ കല്ലുകളടക്കം ഉരുണ്ടു വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരിപ്പോൾ ഈ തൊട്ടു താഴെയായിട്ട് ഒരു പുതിയ വീട് അവരുടേതായിട്ട് പണിതുകൊണ്ടും ഇരിക്കുകയാണ്. അതിൻ്റെ എല്ലാം സൈഡിൽ കൂടിയാണ് ഇപ്പോൾ പോയത്. ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ പ്രദേശത്തോടെ ഒരു പ്രധാനപ്പെട്ട ഇവരുടെ റോഡാണ് ദേവരുപാറ നാളിയാനി റോഡ്. ആ റോഡാണ് പൂർണ്ണമായും തകർന്ന് ഇപ്പോൾ ആളുകൾക്ക് ഗതാഗതം തടസ്സമായി നിൽക്കുന്നത്. എല്ലാവരും ഈ പ്രദേശവാസികൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും 4 മണിക്കൂർ ശക്തമായി പെയ്ത മഴ ആളുകളെ ഭീതിയിലാഴ്ത്തുന്നു. ഏത് അവസ്ഥയിലേക്കാണ് എന്നൊരവസ്ഥയിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ശക്തമായ മഴ പെയ്തത്. ഏതായാലും ഇപ്പോൾ മഴ തുറന്നു നിൽക്കുകയാണ് എന്നുള്ളത് വലിയ ആശ്വാസകരമായ വസ്തുതയാണ്. പക്ഷേ ഈ ഇടുക്കി ജില്ല പ്രദേശത്ത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളുടെ നടുക്കു ഭാഗത്തായിട്ട് കിടക്കുന്ന ഈ തൊടുപുഴ താലൂക്ക് പ്രദേശത്താണ് ശക്തമായ മഴ പെയ്തത്. എന്നാൽ ഹൈറേഞ്ച് പ്രദേശത്തിലേക്ക് അത്തരത്തിലുള്ള വലിയ മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മലങ്കര ഡാം തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാറിലെ കുണ്ടള ഡാം വറ്റി വരണ്ട് കിടക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഈ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോലും മഴയുടെ പെയ്ത്തിന്റെ അളവ് എന്തായാലും ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതമാണ് ഉയർത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ പ്രദേശത്തെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നും മനസ്സിലാക്കുന്നു. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.